നമ്മുടെ കുടുംബത്തിൽ നന്മകൾ ഉണ്ടാകുകയും ആരാധനകളിലും സംസ്കാരങ്ങളിലും ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക സംസ്കാരവും നാം കാത്തു സൂക്ഷിച്ചാലേ കുടുംബസമേതം നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാര്യയോടും നമ്മുടെ ഭർത്താവിനോടും നമ്മുടെ മക്കളോടും നമ്മുടെ മരുമക്കളോടുമൊക്കെ ആത്മാർത്ഥമായ ഇഷ്ടവും സ്നേഹവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ കൂടി കഴിവിന്റെ പരമാവധി ശ്രമകരമായ ദൗത്യത്തിലൂടെ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വത്തബഅതുഹും ദുർരിയ്യതഹും ബിഈമാനിൻ, ആ വിശ്വസിച്ചവരായ മാതാപിതാക്കളുടെ കൂടെ അവരുടെ സന്തതികളും നാളെ പരലോകത്ത് അവരെ പിന്തുടരും. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, ആ സന്തതികളെയും ഈ മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിലേക്ക് അല്ലാഹു ചേർക്കും. ബാപ്പയും ഉമ്മയും പോകുന്ന സ്വർഗത്തിലേക്ക് കുടുംബത്തെയും മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാതാപിതാക്കളുടെ കൂടെ അങ്ങ് ചേർക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ, ആ ചേർക്കുന്നത് മാതാപിതാക്കളുടെ സൽക്കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ടല്ല. അങ്ങനെ കുറച്ചുകൊണ്ട് മാതാപിതാക്കൾ ചെയ്തതിന്റെ കാരണത്താൽ മക്കൾക്ക് പ്രവേശിക്കാനും കഴിയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അങ്ങനെ മാതാപിതാക്കളുടെ കൂടെ ആ കുടുംബത്തിൽ എത്രയാളാണോ അവരൊന്നിച്ച് ആ സ്വർഗത്തിലേക്ക് പോകുന്നത് മാതാപിതാക്കളുടെ ഏതെങ്കിലും നന്മകളെ കുറച്ച് ഇവർക്ക് എടുത്തു കൊടുത്തുകൊണ്ടല്ല. ഓരോ വ്യക്തിക്കും, കുടുംബത്തിലെ ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുകയും കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുകയും മക്കളുടെ നന്മയും മക്കളുടെ സംസ്കാരവും, കുടുംബത്തിലേക്ക് ഒരു മരുമകൾ കടന്നു വന്നാൽ അവരെ കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ ഒരു ദൗത്യമാണ്. നമ്മൾ മാത്രം ശരിയാകുക എന്നതല്ല. നമ്മൾ പരമാവധി നമ്മുടെ കുടുംബത്തെ ഒരു ഇസ്ലാമികമായ വഴിയിൽ, ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ, ഖുർആനിന്റെ വഴിയിൽ മുന്നോട്ട് ഗമിപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇങ്ങനെ മുന്നോട്ട് ഗമിപ്പിക്കുന്നതിനിടയിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിനിടയിൽ ഛിദ്രതയും നമ്മുടെ മക്കൾക്കിടയിൽ പരസ്പരം അസൂയയും വിദ്വേഷവും ഒക്കെ ഇല്ലാതാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ദൗത്യമാണ്. 4-5 മക്കളുണ്ടായാൽ ആ മക്കൾ തന്നെ പരസ്പരം പോരടിച്ചും പരസ്പരം മനസ്സിൽ പകവച്ചും അവർ തന്നെ ജ്യേഷ്ഠനോടും അനിയനോടുമൊക്കെ വിദ്വേഷമുണ്ടായും ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ അത് നന്നായി എന്ന് അനിയൻ പറയുന്ന ഒരവസ്ഥ, അനിയന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ അത് അവന് പറ്റേണ്ടത് തന്നെയാണ് എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠൻ, അങ്ങനെ ഒരു മനസ്സ് ഒരു 4-5, 3-4 മക്കൾക്കിടയിൽ, ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മക്കൾക്കിടയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കിടയിലാണ് സമൂഹത്തിൽ ഐക്യവും സ്നേഹവും ഉണ്ടാവുക? അപ്പൊ അതിന് കാരണമായി തീരുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്കിടയിൽ ചെറുപ്പം മുതൽ തന്നെ കഴിവിന്റെ പരമാവധി നമ്മൾ നീതി പാലിക്കണം. നമ്മളെല്ലാ മാതാപിതാക്കളും മക്കളെ അങ്ങനെ മാറിക്കാണുന്നവരോ മക്കൾക്കിടയിൽ അനീതി കാണിക്കുന്നവരോ ഒന്നും ആകുകയില്ല. എന്നാൽ ബോധപൂർവം നാം ശ്രദ്ധിക്കേണ്ടത് മക്കൾക്കിടയിൽ നീതി പാലിക്കാനാണ്. ചിലതൊക്കെ നമ്മൾ അങ്ങോട്ട് അശ്രദ്ധമായി ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു പോകും.
അപ്പൊ അതിൽ ബോധപൂർവം ചില കാര്യങ്ങൾ മക്കൾക്കിടയിൽ അനീതി കാണിക്കുന്നില്ല എന്നത് നാം ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനം സ്നേഹമാണ്. ചെറിയ പ്രായത്തിൽ മക്കളെ സ്നേഹിക്കുന്നതിൽ സ്വാഭാവികമായി നമ്മളോട് ഏറ്റവും കൂടുതൽ അടുപ്പം ഏത് മക്കൾക്കാണോ ആ മക്കളോട് കൂടുതൽ അടുപ്പം മാതാപിതാക്കൾക്കുണ്ടായേക്കാം. എന്നാൽ നമ്മൾ ബോധപൂർവം മക്കൾക്കിടയിൽ സ്നേഹവും അവരെ ചേർത്തു പിടിക്കാനും അവരെ ചുംബിക്കാനും അവരെ പ്രശംസിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളോട് സംസാരിക്കാനും നാം സമയം കണ്ടെത്തണം. അത് പ്രധാനമാണ്. നമ്മളൊന്ന് ഒഴിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ മക്കളോട് സംസാരിക്കുക. ഇന്ന് ഒരു കുട്ടി മാർക്ക് വാങ്ങി വരുമ്പോ അവനെ നമ്മൾ പ്രശംസിച്ചു. നാളെ ഒരു കുട്ടി മാർക്ക് വാങ്ങി വരുമ്പോ ഒരു പക്ഷേ നമ്മൾ കുറച്ച് തിരക്കിലായിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ബോധപൂർവം നാം ശ്രമിക്കണം എന്നത്. അപ്പൊ നമ്മൾ അവനെയും പ്രശംസിക്കണം. അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ അതൊരു വേദനയുണ്ടാക്കും. അവർക്കൊക്കെ അവരിതൊക്കെ ഓർത്തു വെക്കുന്നുണ്ട്. എന്താണ് ചെറിയ മകൻ എന്താണ് വാങ്ങിക്കൊടുത്തത്, മൂത്ത മകൻ എന്താണ് വാങ്ങിക്കൊടുത്തത്, പെൺകുട്ടിയായതുകൊണ്ട് എന്താണ് വാങ്ങിക്കൊടുത്തത്, ആൺകുട്ടിയായതുകൊണ്ടാണ് എനിക്കൊന്നും ലഭിക്കാത്തത് എന്ന തോന്നലുകൾ പരമാവധി അവരുടെ മനസ്സിൽ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. പരമാവധി നമ്മുടെ കഴിവിന്റെ പരമാവധി. അപ്പൊ ആൺകുട്ടികളോടൊരു സമീപനം, പെൺകുട്ടികളോടൊരു സമീപനം, അങ്ങനെയൊക്കെ സ്വാഭാവികമാണല്ലോ. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ഉപ്പമാർക്ക് ഒരു ഇഷ്ടക്കൂടുതൽ അവരോടുണ്ടാകാം, ഒരു സ്നേഹം, ഒരു വാത്സല്യം. അപ്പൊ ആൺകുട്ടികളല്ലേ. പക്ഷെ ആ പ്രായത്തിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ബാപ്പയുടെ കുട്ടികളാണ്, എല്ലാവരും ഉമ്മയുടെ മക്കളാണ്. അപ്പൊ അവരെ സ്നേഹിക്കാനും അവരെ ഇഷ്ടപ്പെടാനും അവരോട് സംസാരിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. അത് ഗൗരവത്തോടുകൂടിയാണ് ഇസ്ലാം ആ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ ഒരു അഭിപ്രായമായി, നമ്മുടെ ഒരു ഐഡിയയായി, ഒരാശയമായി, പുതിയ കാലത്ത് രൂപപ്പെട്ടു വന്ന ഒരു സൈക്കോളജിയായി നമ്മൾ അവതരിപ്പിക്കുന്നതല്ല. ഇത് 1400 കൊല്ലം മുൻപ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. പ്രവാചക സന്നിധിയിലേക്ക് ഒരാൾ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളുണ്ട്. അപ്പോ ഒരു മകൻ ഇങ്ങനെ വന്നപ്പോ ആ മകനെ പ്രവാചകൻ, ആ മകനെ ഈ മനുഷ്യൻ ഒരു ചുംബനം നൽകി മടിയിലിരുത്തി. പിന്നെ അദ്ദേഹത്തിന്റെ മകള് വന്നു. അപ്പൊ അദ്ദേഹം ആ കുട്ടിയെ അടുത്തിരുത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് ചോദിക്കുകയാണ്, അലാ സവ്വൈത ബൈനഹുമാ, നീ അവരോട് തുല്യമായി പെരുമാറുന്നില്ലേ എന്ന്. എന്തപ്പോ ചെയ്ത്? ഒരു മകൻ വന്നു. മകൻ ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടാവില്ല. ഒരു ഉമ്മ കൊടുത്തു, മടിയിലിരുത്തി. വേറെ ഒരു മോള് വന്നു, ആ മകൾ അടുത്തിരുത്തി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അലാ സവ്വൈത ബൈനഹുമാ, നീ അവർക്കിടയിൽ തുല്യമായി പെരുമാറുന്നില്ലേ, നീ അവർക്കിടയിൽ തുല്യമായി നീതി പാലിക്കുന്നില്ലേ എന്നതാണ്. അപ്പോ മക്കളോട് കാണിക്കുന്ന സ്നേഹം പോലും തുല്യമാകാൻ പരമാവധി മാതാപിതാക്കൾ എന്ന നിലക്ക് നാം ശ്രമിക്കണം. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ അവരിങ്ങനെ പരാതി പറയും. ആ പരാതിയിൽ കഴമ്പുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ വേറെ. കാരണം ബാപ്പാര് എന്നുള്ള നിലക്ക് ഇതൊന്നും മനസ്സറിഞ്ഞ് ചെയ്യുന്നതാവില്ല, പലതും യാദൃശ്ചികമായി സംഭവിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മൾ ഓരോ മക്കൾക്കും ഓർക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി നാം ഉണ്ടാക്കി കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലെങ്കിൽ ഇത് ചിത്രതയും പ്രയാസവും മക്കൾക്കിടയിൽ ഉണ്ടാകും. ഭാവിയിൽ അവർ അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തേത്, മക്കൾക്ക് നാം നൽകുന്ന സമ്മാനങ്ങൾ, ഹിബത്ത് എന്നാണ് പറയുന്നത്. ഹിബത്ത്, സമ്മാനങ്ങൾ. ആ സമ്മാനങ്ങളിൽ നാം നീതി പാലിക്കണം. മക്കൾക്ക് നാം നൽകുന്ന സമ്മാനം, ഇപ്പൊ വിവാഹ സമ്മാനം, വിദ്യാഭ്യാസ അവസരങ്ങൾ, ബിസിനസ് കച്ചവട ആവശ്യത്തിന് വേണ്ടി അവർക്ക് നൽകുന്ന പണം, അവർക്ക് വേണ്ടി നാം ഒരുക്കി കൊടുക്കുന്ന ഭൗതിക സഹായങ്ങൾ, ഇതിലൊക്കെ മാതാപിതാക്കൾ പരമാവധി നീതി പാലിക്കണം. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തസദ്ദഖ അലയ്യ അബീ ബിബഅദി മാലിഹി, എൻ്റെ ബാപ്പ എനിക്ക് കുറച്ച് പണം നൽകി, എനിക്ക് എൻ്റെ ഉപ്പ കുറച്ച് പണം നൽകി. അപ്പോ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, അംറ ബിൻതു റവാഹ പറഞ്ഞു,
ലാ അർള ഹത്താ തുശ്ഹിദ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് ഇഷ്ടപ്പെടുന്നത് വരെ ഇതിന് ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല, ഞാൻ ഇതിന് സാക്ഷിയാവൂല. അള്ളാഹ് റസൂല് എന്താണ് ഇതിലൊരു തീരുമാനം പറയുന്നത്? ഒരു മകന് മാത്രം അങ്ങനെ പണം കൊടുത്താൽ മതിയോ? അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അകുല്ല വലദിക അഅതൈതഹു മിസ്ല ഹാദാ, നീ നിന്റെ എല്ലാ മക്കൾക്കും ഇങ്ങനെ നൽകിയോ? അപ്പോ അദ്ദേഹം പറഞ്ഞില്ല, നൽകിയിട്ടില്ല. ഫത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, പരമാവധി മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിലുണ്ട്, ഫലാ തുശ്ഹിദ്നി അലാ ജൗരിൻ, അനീതിക്ക് നീ എന്നെ സാക്ഷിയാക്കരുത് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അപ്പോ അദ്ദേഹം അത് തിരിച്ചു വാങ്ങിയെന്നാണ്. ഇത് നമുക്കൊരു പക്ഷേ സ്വാഭാവികമായി ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ ഇപ്പോ വിവാഹം കഴിച്ച് പറഞ്ഞയക്കണം. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഈ സാധാരണക്കാരനായ മനുഷ്യന് 1 ഏക്കർ സ്ഥലമുണ്ട്. അയാൾക്ക് 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമുണ്ട്. ഈ 2 പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഇസ്ലാമിൽ മഹർ എന്ന ഒരു സംവിധാനമേ ഉള്ളൂ. സ്ത്രീധനം എന്ന ഒന്നില്ല ഇസ്ലാമിൽ. നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിന് മകളെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുമ്പോൾ നാം കൊടുക്കുന്നതാണ്. ആ അർത്ഥത്തിലേ ഇതിനെ നമ്മൾ കാണാൻ പാടുള്ളൂ. പക്ഷെ ബാപ്പ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1 ഏക്കർ സ്ഥലം വിറ്റു. ഈ 1 ഏക്കർ സ്ഥലം വിറ്റ് ഈ 2 പെൺകുട്ടികൾക്കും കല്യാണം കഴിച്ച് പറഞ്ഞയച്ചപ്പോ അതിനുള്ള സ്വർണം വാങ്ങിക്കൊടുത്തു. ബാപ്പാക്ക് വേറെ വകയൊന്നുമില്ല, 2 ആൺകുട്ടികൾ വേറല്ലേ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2 ആൺകുട്ടികൾ കൂടി ഉണ്ടല്ലോ. ശരി, ആൺകുട്ടിക്ക് 10, 35, 38 വയസ്സായി. ഇവന് വീട് കയറ്റണ്ടേ, ഇവന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കണ്ടേ. ഈ ബാപ്പ ഈ ആൺകുട്ടിക്ക് എന്താ കൊടുത്ത്? ഈ ഉപ്പ അടുത്ത ആൺകുട്ടിക്ക് എന്താ കൊടുത്ത്? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അതിലൊരു നീതി കാണിക്കണം എന്ന ഒരു മനസ്സുണ്ടെങ്കിൽ പാപ്പാക്ക് ആ സമയത്ത് തന്നെ ഉണ്ടാവും, എനിക്ക് 2 പെൺകുട്ടികൾ മാത്രമല്ല, എനിക്ക് 2 ആൺകുട്ടികൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ആൺകുട്ടിയോട് കൂടി ഞാൻ നീതി പാലിക്കണം എന്ന ഒരു വിചാരമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷൻ, ഒരു കണക്കുകൂട്ടൽ ഈ പിതാവിനുണ്ടാകും. അപ്പൊ ഇതൊരു പ്രധാനമാണ്. അതല്ലെങ്കിൽ എന്താന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായി ഈ ആൺകുട്ടിക്ക് ഒരു വീട് കയറ്റണം, ഒരു സാമ്പത്തികമായ ആവശ്യമുണ്ടായി, പിന്നെ അവന്റെ മനസ്സിലേക്ക് ഇതിങ്ങനെ കടന്നു വരും. ബാപ്പു എനിക്കെന്താ തന്നത്? ഇപ്പോഴും ബാപ്പാക്ക് ഓല കാര്യത്തിൽ അശ്രദ്ധ. എനിക്കെന്താ ബാപ്പ തന്നത് എന്നവർ ചോദിക്കുമ്പോ ന്യായമായ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ലാതായി തീരും. പെൺമക്കൾക്ക് കൊടുക്കണ്ടെന്നല്ല, പക്ഷെ നമുക്ക് ഇതിനൊക്കെ ഒരു ബാപ്പ എന്ന നിലക്ക് ഇതിലൊക്കെ നമുക്കൊരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാകണം. നമ്മൾ ഒരു മകന് ഇതേപോലെ തന്നെ 10 സെന്റ് സ്ഥലമുണ്ട്, ഒരു മകനെ പഠിപ്പിക്കണം. 10 സെന്റ് സ്ഥലം വിറ്റവനെ പഠിപ്പിച്ചു. അപ്പൊ അടുത്താളെ നമ്മൾ അതിന് മാർഗം ഉണ്ടാവുന്ന വിചാരിക്കണേ. ശരി, ഒരാൾ പഠിച്ച് ഉന്നതമായ ജോലി ലഭിച്ചു, വേറൊരാൾക്ക് പഠിക്കാൻ ഒരു മാർഗമല്ല. ഇവര് വലുതായി കഴിഞ്ഞാൽ എന്തുണ്ടാകുക? എന്തപ്പോ സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നത്? കുടുംബ പ്രശ്നങ്ങളിൽ, കുടുംബ തർക്കങ്ങളിൽ സംസാരിക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ പറയുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ആ ചോദ്യത്തിന് അവിടെ മറുപടി ഇല്ല. അപ്പൊ അവിടെ നീതി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ നീതി പാലിക്കണം മക്കളോട്. പരമാവധി സമ്പത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും പണത്തിന്റെ കാര്യത്തിലാണ് അധിക കുടുംബങ്ങളും ഇപ്പോൾ പ്രശ്നം. പ്രത്യേകിച്ച് പിതാവ് കഷ്ടപ്പെട്ട് ചോര നീരാക്കി പ്രവാസിയായി ഗൾഫിൽ പോയി 2 3 മക്കളുണ്ടെങ്കിൽ 2 3 സ്ഥലത്ത് അവർക്ക് സെപ്പറേറ്റ് സ്ഥലമൊക്കെ ഒരു 10 15 സെന്റ് വാങ്ങി ഇട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ ബാപ്പ മരിച്ചു കഴിഞ്ഞാലോ ബാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലോ ഈ 3 സ്ഥലത്ത് വാങ്ങിയിട്ട 15 സെന്റിന്റെ പേരിലായിരിക്കും തർക്കം. അതാണ് കൂടുതൽ നല്ല സ്ഥലം, അതാണ് അങ്ങാടിന്റെ അടുത്ത്, അതിനാണ് വിറ്റ കൂടുതൽ സ്ഥലം. എന്താ ബാപ്പ ചെയ്തത്? ബാപ്പർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് സ്വത്തിന്റെ കാര്യത്തിലാണ് അധിക കുടുംബങ്ങളിലും തർക്കം. ആ തർക്കത്തിന് മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മളൊരു വഴിയൊരുക്കി കൊടുക്കരുത്. മക്കളോട് നമ്മൾ നീതി പാലിക്കണം.
മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളിൽ നീതി പാലിക്കണം. അതാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്കെന്റെ പിതാവ് കുറച്ച് പണം നൽകി. ഉമ്മ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ സാക്ഷിയായാലേ ഞാനിത് സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചത്, നിന്റെ എല്ലാ മക്കൾക്കും കൊടുക്കാൻ ഇങ്ങനെയുണ്ടോ? ഇല്ല. എങ്കിൽ നീ അനീതിക്ക് എന്നെ കൂട്ടാക്കരുത് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അതെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇപ്പോ ചെറിയ മക്കൾക്കാണ് വീട്. നമ്മുടെ നാട്ടില് എല്ലാം കൊടുത്തു, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ മക്കൾക്കും എല്ലാം കൊടുത്ത് ബാപ്പ അങ്ങനെ ഒരു മക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ചർച്ച നടത്തിയട അങ്ങക്ക് ഞാനത് തന്നില്ലേ, നിങ്ങൾക്കിത് തന്നില്ലേ, ഇവനല്ലേ ഒന്നും ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് അവരൊരു അഭിപ്രായ സമന്വയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല. അതല്ലാതെ അങ്ങനെ ചെറിയ മോനാണ്, മോനുള്ളാണ് വീട്, അപ്പൊ അതിന് തൊട്ടുമേലുള്ളവനൊന്നും ഇല്ലെങ്കിലോ? അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വച്ച, നമ്മൾ പഠിപ്പിച്ചു വച്ച ചില കാര്യങ്ങളാണ്. എന്നാൽ രോഗികൾ, ചികിത്സ ആവശ്യമുള്ളവർ, പ്രത്യേകമായി പരിഗണിക്കേണ്ട മക്കൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തി നമുക്ക് ചെയ്യാം എന്നതാണ്. അപ്പൊ നീതി പാലിക്കുക എന്നത് സാമ്പത്തിക വിഷയത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കൾ ചെയ്യേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ നേരിട്ട് ഇസ്ലാമിലെ അനന്തരാവകാശം എന്നത് ഏറ്റവും അടുത്തതാരാണോ അവർക്കാണ് സമ്പത്ത് കൈമാറുക. കാരണം അതാണ് അതിന്റെ നീതി. മക്കളില്ലെങ്കിലോ പേരമക്കളിലേക്ക് പോകും, ഉമ്മയില്ലെങ്കിലോ വല്യുമ്മയിലേക്ക് പോകും. അപ്പൊ ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാപ്പയുടെ മുൻപിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എന്താ? ബാപ്പാക്ക് വസിയത്ത് ചെയ്യാം. ആർക്ക്? ഈ പേരക്കുട്ടികൾ. 3 ആൺകുട്ടികളാണ്. അതിൽ ബാപ്പ ജീവിച്ചിരിക്കെ ഒരു മകൻ മരണപ്പെട്ടു, പിന്നെ 2 കുട്ടികളെ ഉള്ളൂ. അപ്പൊ ബാപ്പ ജീവിച്ചിരിക്കുമെന്ന് എന്ത് ചെയ്യണം? ഈ പേരക്കുട്ടികൾക്കുള്ളത് എഴുതി വെക്കുകയോ അത് വസിയത്ത് ചെയ്യുകയോ ചെയ്യണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ സ്വാഭാവികമല്ലേ. ചെയ്യണമെന്ന് പറഞ്ഞാൽ യതീമിനോട് ബാധ്യതയില്ലേ, മിസ്കീനിനോട് ബാധ്യതയില്ലേ? എന്ന വിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് തന്നെ എന്താണ്? സൂറത്തുൽ മാഊൻ. പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് യതീമിനോടും പാവപ്പെട്ടവരോടുമുള്ള ബാധ്യതയാണ്, അവരോടുള്ള കടപ്പാടാണ്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ആലോചിച്ചു, എന്താണ് പല കുടുംബങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്? ഈ ജീവിച്ചിരുന്ന മക്കൾക്ക് അനന്തരാവകാശ സ്വത്ത് ലഭിക്കും. അവർ നേർക്ക് നേരെയുള്ള ഡയറക്റ്റ് തെളിവുകൾ ഖുർആനിൽ നിന്ന് ചോദിക്കും. ഇസ്ലാമിൽ ഞാൻ പറഞ്ഞല്ലോ, അനന്തരാവകാശ നിയമം എന്നത് ഏറ്റവും അടുത്തവർക്കേ ഉള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ മകൻ മരണപ്പെട്ട ആ മകനിലുള്ള പേരമക്കൾ അവർ അനാഥരായി, അവർ വഴിയാധാരമായി പോകും. അപ്പൊ ഉപ്പ എന്ത് ചെയ്യണം? അത് വസിയത്തായി ചെയ്യണം. അത് 2 കൊല്ലം കൂടി കഴിയട്ടെ, 5 കൊല്ലം കൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാല് ഈ പേരമക്കൾക്കൊന്നും ഇല്ലാതായി തീരും. സ്വാഭാവികമായി ഈ മക്കൾ ഈ കുടുംബത്തോട് അടുപ്പം കുറയും. വല്യുപ്പാനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഉള്ള മക്കൾ സ്വത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുമ്പോ കുറച്ചായിട്ട് കൊടുത്താൽ മതി, എന്നാ അതെങ്കിലും എന്നോടൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നീതിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. 3-ാമത്തേത് മരുമക്കളോടുള്ളതാണ്. മാതാപിതാക്കളോടുള്ളത് എത്രയോ കാലം നാം ചർച്ച ചെയ്തതും സംസാരിച്ചതുമാണ്. മരുമക്കൾ എന്നത് നമ്മുടെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടികൾ നിന്റെ പിടുത്തത്തിൽ നിന്നാണ് പോകാതെ ഞാൻ ഇങ്ങനെ ഒരു 10-15 കൊല്ലം ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് ഒരു അമ്മായിയമ്മയും വിചാരിക്കേണ്ടതില്ല. കാരണം നമ്മുടെ പിടുത്തത്തിലേക്ക് തന്നതല്ല ആ പെൺകുട്ടികളെ. നമ്മൾ ഇസ്ലാമിക നിയമം പഠിച്ചാൽ നമ്മുടെ പിടുത്തത്തിലേക്ക് തന്നതല്ല. ഈ ഭർത്താവിന്റെ ഉമ്മ വിചാരിക്കാൻ നിന്റെ പിടുത്തത്തിന് തന്നതാണ്. അല്ലേ അല്ല, അതാ ചെറുപ്പക്കാരന്റെ പിടുത്തത്തിലേക്ക് കൊടുത്തതാണ്. അപ്പോ ഈ മരുമക്കളുടെ ജീവിതം സന്തോഷകരമാക്കാൻ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ? അതൊരു മീസാഖൻ ഖലീല, ഒരു ബലിഷ്ഠമായ കരാറിലൂടെ നമ്മുടെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതാണ്. അവർക്ക് വീടിനകത്ത് സ്വസ്ഥതയുണ്ടാകണം. മരുമക്കൾക്ക് വീടിനകത്ത് സ്വസ്ഥതയുണ്ടാകണം. അവർക്ക് വീടിനകത്ത് സമാധാനമുണ്ടാകണം. അവർക്ക് വീടിനകത്ത് സന്തോഷമുണ്ടാകണം. അവർക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചാൽ കളവ് പറഞ്ഞ് പുറത്തു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്.
തന്റെ ഭാര്യ ഗർഭിണിയായി അവൾക്ക് പ്രത്യേകമായ ഭക്ഷണമോ അല്ലെങ്കിൽ പ്രത്യേകമായ വല്ലതോ വേണമെന്ന് വിചാരിച്ചാൽ അത് പരസ്യമായി വീട്ടിലേക്ക് കൊണ്ടുവന്ന്, അവള് ഗർഭിണിയല്ലേ, അത് നല്ലത് മോനെ, നന്നായി, അവളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കേണ്ട സമയമാണല്ലോ എന്ന് ആര് പറയണം? ഇവന്റെ ഉമ്മ പറയണം. അല്ലാതെ ഇങ്ങനെ ആകെ പ്രയാസപ്പെട്ട് ആകെ ഇടുങ്ങി പുറത്തു പോണത് ഉമ്മാക്ക് പറ്റൂല, അതിന് കണക്ക് പറയണം. എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടു ചെന്ന് കൊടുക്കുന്നത് ഉമ്മാക്കും ബാപ്പാക്കും പറ്റൂല. ഇങ്ങനെ ഒരവസ്ഥ കുടുംബത്തിൽ ഉണ്ടായാൽ അവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തു ചാടും. എങ്ങനെ? ഈ മാതാപിതാക്കളെ വെറുത്ത്. അപ്പൊ നമ്മള് വീട്ടിലുള്ളവർ, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ മരുമക്കളോട് നമ്മൾ നീതിയോടുകൂടി വർത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസ മിന്നാ മൻ ഹബ്ബബ ഇംറഅതൻ അലാ സൗജിഹ, ഒരു സ്ത്രീയെ ഭർത്താവിൽ നിന്ന് അകറ്റുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. വിവാഹം കഴിഞ്ഞു, സന്തോഷകരമായി വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നു. ഭർത്താവിനോട് ഈ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമല്ല, പക്ഷെ പ്രശ്നം വീട്ടിൽ തുടങ്ങി. പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി മധ്യസ്ഥന്മാർ ചെന്നപ്പോ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എവിടുന്നാ പ്രശ്നം തുടങ്ങിയത്? ഉമ്മയാണ് പ്രശ്നം. ഉമ്മയാണ് പ്രശ്നം. ആ ഉമ്മ പ്രശ്നമുണ്ടാക്കിയത് കാരണത്താൽ മാത്രം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിരുന്ന ഒരു ഭാര്യയും ഭർത്താവും തെറ്റി അതൊരു ത്വലാഖിലേക്ക് എത്തുക എന്നത് ക്രൂരമായി ഈ ദമ്പതികളോട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ കുടുംബത്തിലുള്ളവർ അത് ശ്രദ്ധിക്കണം. ആൺകുട്ടികൾ മാതാപിതാക്കളെ നോക്കുക, സംരക്ഷിക്കുക എന്നത് ആൺകുട്ടികൾക്ക് നിർബന്ധമാണ്. അവരെ സഹായിക്കണം നമ്മുടെ ഭാര്യമാര്. നമ്മുടെ ഭാര്യമാര് നമ്മളെ സഹായിക്കണ്ടേ? എന്റെ മാതാവിന്, എന്റെ പിതാവിന് ഒരു അസുഖമായി, പ്രയാസമായി, അപ്പൊ എന്നെ സഹായിക്കണം. എന്റെ ഭാര്യ എന്നെ സഹായിച്ചുകൊണ്ട് എന്റെ മാതാപിതാക്കളെ നോക്കുകയാണ്. അപ്പൊ കുടുംബത്തിനകത്ത് ഒരു സന്തോഷം ഉണ്ടാവും. കുടുംബത്തിൽ നിന്ന് വേറെ പോകുമ്പോ സങ്കടം ഉണ്ടാകുക. എനിക്കെന്റെ അമ്മല്ലോ. മാതാപിതാക്കൾ, ഭർത്താവിന്റെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഏറെ സങ്കടമാണ് ഉണ്ടാകുക. അപ്പൊ ഇതൊക്കെ കുടുംബത്തിനകത്ത് നാം പുലർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട നീതിയുടെ ചില വശങ്ങളാണ്. മാതാപിതാക്കൾ എന്ന നിലക്ക് ഏറെ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും ആലോചനയോടുകൂടിയൊക്കെ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.